ആരാണോ അത് പറഞ്ഞത് അയാളെയാണ്. സുരേഷ് ഗോപി അല്ല ഇപ്പോൾ അവിടുത്തെ LDF സ്ഥാനാർത്ഥി സുനിൽകുമാർ ആണെങ്കിലും കെ മുരളീധരനാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഗോപി ആശാനെ പോയി കണ്ടു വണങ്ങാം, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടാം, അദ്ദേഹത്തോട് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാം. എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവകാശം, പൊതുവായിട്ടുള്ളൊരു അവകാശമാണത്. പക്ഷെ ഇവിടെ പ്രശ്നം അതിന് വോട്ട് കിട്ടാൻ, അനുഗ്രഹം വാങ്ങാൻ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഇടനിലക്കാരനായ ഡോക്ടർ നിന്നു. അദ്ദേഹത്തെ ഞങ്ങൾക്ക് അറിയുകയില്ല എന്ന് ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് കാണുന്നത്? ഇത് ആ നിലയ്ക്കൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമായിട്ട് കോൺഗ്രസ് കാണുന്നുണ്ടോ, അതോ അതിനെ അങ്ങ് വിട്ടുകളയാമെന്നാണോ? ഗോപികൃഷ്ണൻ, ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. കാരണം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നമ്മളൊരു ജനാധിപത്യ തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഏതൊരു വോട്ടറെയും കാണാനും വോട്ട് ചോദിക്കുവാനും അനുഗ്രഹം മേടിക്കുവാനുള്ള എല്ലാവിധ അവകാശാധികാരങ്ങളും ഏതൊരു സ്ഥാനാർത്ഥിക്കുമുണ്ട്. അത് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകളെ കാണാം, അതുപോലെ തന്നെ തിരിച്ചും അവർക്ക് എല്ലാവർക്കും കാണാം. അതിലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോ സ്ഥാനാർത്ഥികളുടെയും ഓരോ ആളുകളുടെയും മൗലികാവകാശമാണ്, അതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താൽ, ഈ സ്ഥാനാർത്ഥി ഒരാളെ പറഞ്ഞു വിടുമ്പോൾ, ഇപ്പോൾ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്ക്രീൻഷോട്ടിലും ആ പേരില്ല, ഡോക്ടറിൻ്റെ പേരില്ലായിരുന്നു. പക്ഷേ ശ്രീ ബി ഗോപാലകൃഷ്ണൻ്റെ കയ്യിലിരിക്കുന്ന ഏതോ ഒരു സ്ക്രീൻഷോട്ടിൽ ആ പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പുറത്തു വിട്ടാൽ നമുക്കും കാണാമായിരുന്നു, എന്തെങ്കിലും ആവട്ടെ. പക്ഷേ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവരെ വിളിച്ചിരിക്കുന്നത്. എനിക്ക്, അതായത് ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഞങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ ഞാൻ കണ്ട സ്ക്രീൻഷോട്ടിൽ ഈ ഡോക്ടർ ഒരു പ്രശസ്തനായ ഡോക്ടർ എന്നാണ് കണ്ടിരുന്നത്. താങ്കളുടെ കയ്യിൽ വ്യത്യസ്തമായ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ താങ്കൾക്കത് പുറത്തുവിടാം. അത് നമുക്ക് കൂടി മനസ്സിലാക്കാൻ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കാണാത്തത് കൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തി BJPയുടെ അനുമതിയോ അധികാരവും ഇല്ലാതെ പത്മശ്രീ പുരസ്കാരം വിലയ്ക്ക് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് കലാമണ്ഡലം ഗോപി ആശാനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ BJPയുടെ ആരോപണം തന്നത് BJPയെ ഇകഴ്ത്താൻ വേണ്ടി ഏതോ ഒരു ഡോക്ടർ പോയി എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ശ്രീ സുരേഷ് ഗോപി അതിൻ്റെ പേരിൽ ഒരു കേസോ ഒരു കംപ്ലൈൻറ്റോ കൊടുക്കണ്ടേ ശ്രീ ഗോപികൃഷ്ണൻ? അതായത് സുരേഷ് ഗോപിയുടെ പേരിലാണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഒരു പത്മ പുരസ്കാരം ഓഫർ ചെയ്തുകൊണ്ട് തങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ ഏതെങ്കിലും ഇപ്പോൾ പണത്തിനോ പ്രശസ്തിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ കാരണത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP അറിയാതെ കലാമണ്ഡലം ഗോപി ആശാനെ പോയി കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ BJPയുടെ വക്താവിൻ്റെ ഇവിടുത്തെ വാദം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയുടെ വക്താവോ തൃശ്ശൂർ ജില്ലയിലെ ഔദ്യോഗിക ഭാരവാഹികളോ ഈ BJP സ്ഥാനാർത്ഥി തന്നെ നാളെ തൃശ്ശൂരിലെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കട്ടെ. അതായത് എൻ്റെ പേരിൽ ഒരു വ്യാജമായ ഒരു ആരോപണം അല്ലെങ്കിൽ വ്യാജമായ ഒരു ഓഫറുമായി ആൾ പോയി തട്ടിപ്പ് നടത്താൻ, പത്മ പുരസ്കാരങ്ങളുടെ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചു എന്നൊരു പരാതി കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് വ്യക്തമാകും BJP എന്താ പറയുന്നത്. പക്ഷേ ഇതിനകത്തെ കാര്യമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലായി BJP തുടർന്ന് വരുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ പത്മ പുരസ്കാരം, ഇപ്പോൾ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞത് എൻ്റെ ത്രാണിക്കനുസരിച്ചാണ് ഞാൻ അവിടുത്തെ പള്ളിയിൽ ആ കിരീടം കൊടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ശ്രീ സുരേഷ് ഗോപിയുടെ ത്രാണിക്കനുസരിച്ച് തന്നെയാണല്ലോ പത്മ പുരസ്കാരങ്ങളും കൊടുക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രാണിയാണ് പ്രശ്നം. എന്താണ് ത്രാണിയുടെ പ്രശ്നം? വോട്ടിന് വേണ്ടി സർക്കാർ അവാർഡുകൾ കച്ചവടം നടത്തുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ നമ്മൾ കുറേ കാലമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുകയാണ്. BJP ആർക്കൊക്കെതിരെ അലിഗേഷൻ, ആരോപണം ഉയർത്തിയിട്ടുണ്ടോ അവർ BJPയിൽ ചേർന്നാൽ അപ്പോൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടും. ഇപ്പോൾ ബംഗാളിലെ നേതാവായിരുന്ന സുവേന്ദു അധികാരി BJP കാലങ്ങളായി ആരോപണം ഉന്നയിച്ചു. പക്ഷെ BJPയിൽ ചെന്നപ്പോൾ അയാൾ നല്ല പിള്ളയായി മാറി. കോൺഗ്രസ് നേതാവായ ജ്യോതിരാദിത്യ സിന്ധ്യ BJP അന്വേഷണം ആവശ്യപ്പെട്ടു. മധ്യപ്രദേശിലെ BJP ഘടകം തന്നെ സമരം ചെയ്യാൻ പോയി. പക്ഷേ അവർ BJPയിൽ ചെന്നപ്പോൾ നേരെ U-ടേൺ അടിച്ചു, അവർ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ, അവർ കാലങ്ങളായി സമരം ചെയ്തു, ആരോപണങ്ങൾ ഉന്നയിച്ചു, പക്ഷേ BJPയിൽ ചെന്നപ്പോൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഓരോ ആളുകളും, നാരായൺ റാണ ഉൾപ്പെടെയുള്ള ആളുകൾ, അങ്ങനെ പല ആളുകളും ഇങ്ങനെ BJP വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ EDയെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഭാരത് രത്ന പോലുള്ള അവാർഡുകൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂട്ടുകക്ഷികളെ പിടിക്കാൻ വേണ്ടി ഭാരത രത്ന ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ പൂർണ്ണമായും ഭരണ സംവിധാനങ്ങളെയും
കേന്ദ്രത്തിൽ ഒരു കഴിവിന്റെ മാനദണ്ഡത്തിൽ കൊടുക്കേണ്ട, നീതിയുടെ മാനദണ്ഡത്തിൽ കൊടുക്കേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഭരണ സംവിധാനങ്ങളെയും മുഴുവൻ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള കോൺഗ്രസ് വളരെ കാലമായി ആരോപിക്കുന്ന ഒരു പ്രത്യേകമായ ആരോപണം, ആ ആരോപണം ശരിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് വെളിവായിരിക്കുന്നത്. ഇപ്പോൾ അവര് അവിടെ കാണണ്ടായ എന്ന് പറയുന്നതോ അതൊക്കെ ഓരോരുത്തരുടെ അവകാശങ്ങളാണ്. കലാമണ്ഡലം ഗോപി ആശാനെ സുരേഷ് ഗോപി കാണുന്നതിലല്ല പ്രശ്നം. പക്ഷേ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരം അടുത്ത പ്രാവശ്യം വേണ്ടേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ബ്ലാക്ക് മെയിലിംഗ് രാഷ്ട്രീയം കൂടി ഉണ്ട് ഗോപികൃഷ്ണൻ. അത് ശ്രദ്ധിക്കണം. അതായത് അത് വേണ്ടേ, അതായത് BJP-യിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടായാൽ പോലും അത് കിട്ടില്ല, BJP-യിൽ ചേർന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്നുള്ള ധ്വനിയാണ് ഇവർ കൊടുക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് കേരളത്തിലുടനീളം പല പ്രമുഖരെയും പല VIP-കളെയും സ്വാധീനിക്കാൻ വേണ്ടി BJP ശ്രമിക്കുന്നതിൻ്റെ പല കേന്ദ്ര സ്ഥാനങ്ങൾ, പല കമ്മീഷൻ സ്ഥാനങ്ങൾ, പല രീതിയിലുള്ള ഡീലുകളാണ് BJP ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ് ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്.